എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ സന്തോഷ് VLR. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം സുരക്ഷിതമായി ഇരിക്കട്ടെ എന്ന് കരുതിയാണ് ബാങ്കുകളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ അറിയാതെ ബാങ്കുകളിൽ നിന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നമ്മുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇന്ന് നാട്ടിലുള്ളത്. ബാങ്കുകളുടെ ഇത്തരം ചതിക്കുഴികളെ കുറിച്ച് സംസാരിക്കാനും നിങ്ങളുടെ അനുഭവം അറിയാനുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളോട് എനിക്ക് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്നാമതായി, നിങ്ങൾക്ക് ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്? മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരു മുന്നറിയിപ്പും തരാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എപ്പോഴെങ്കിലും പണം ഈടാക്കിയിട്ടുണ്ടോ? എത്ര രൂപയാണ് അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത്? രണ്ടാമതായി, നിങ്ങളുടെ ബാങ്കിൽ മിനിമം ബാലൻസ് നിലനിർത്തിയില്ലെങ്കിൽ ഒരു മാസം എത്ര രൂപയാണ് പിഴയായി പിടിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാമോ? മൂന്നാമതായി, ATM ഉപയോഗിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതായത് ATMൽ നിന്ന് മെഷീനിൽ പണം പുറത്തു വന്നില്ല, പക്ഷെ നിങ്ങളുടെ ഫോണിലേക്ക് പണം പിടിച്ചു എന്ന് മെസ്സേജ് വരിക. അങ്ങനെ എത്ര രൂപയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്? അത് തിരികെ കിട്ടിയോ? നാലാമതായി, നിങ്ങൾക്കിപ്പോൾ ബാങ്കിൽ എന്തെങ്കിലും ലോൺ ഉണ്ടോ? അത് ഹോം ലോണോ പേഴ്സണൽ ലോണോ വണ്ടി ലോണോ ആകാം. ഉണ്ടെങ്കിൽ എത്ര രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് നിങ്ങൾക്കുള്ളത്? സാധാരണക്കാരായ നമ്മൾ മലയാളികൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണിത്. നമ്മുടെ പണം ബാങ്കുകൾ ഇങ്ങനെ പിഴയെന്ന പേരിൽ ഈടാക്കുന്നത് ശരിയാണോ? നിങ്ങളുടെ ബാങ്കിന്റെ പേരും ഇതുപോലെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന സാമ്പത്തിക നഷ്ടങ്ങളും താഴെ കമന്റ് ബോക്സിൽ കൃത്യമായി ഒന്ന് കുറിക്കുമല്ലോ. നിങ്ങളുടെ കമന്റുകൾ മറ്റുള്ളവർക്കും വലിയൊരു അറിവായിരിക്കും. ഈ വിവരങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ദയവായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമന്റുകൾക്കായി ഞാൻ താഴെ കാത്തിരിക്കുന്നു. അടുത്തൊരു പ്രധാന വിഷയവുമായി വീണ്ടും കാണാം. ഞാൻ സന്തോഷ് VLR. നന്ദി, നമസ്കാരം.